നമസ്കാരം. AK റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബുള്ളറ്റാണ്. ബുള്ളറ്റിൻ്റെ ബാക്ക് സസ്പെൻഷൻ അഥവാ ഷോക്ക് അബ്സർ എന്ന് പറയും. ഈ ഷോക്ക് അബ്സറിൽ നമുക്ക് രണ്ട് പേര് ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും മഡ്ഗാർഡ് നേരെ വന്നിട്ട് ഇതിൽ ഒരയുന്ന സൗണ്ടും പില്ലിയനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കയറി എഫക്റ്റ് ആവും. അപ്പോൾ അതിന് നമുക്കെന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആണെന്നായിരിക്കും നമ്മൾ കരുതുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഷോക്ക് അബ്സറിന് അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഓരോ വെട്ടുകളുണ്ട്, കണ്ട മാർക്ക് ചെയ്തിട്ടുണ്ട്, വെട്ടുകളുണ്ട്. അതിന് നമുക്ക് നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ 3 പേരൊക്കെ യാത്ര ചെയ്യണം. 3 പേര് യാത്ര ചെയ്യാൻ പാടില്ല. ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഷോക്ക് അബ്സറിന് അത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആദ്യത്തെ കട്ട് ഇവിടെ വരും, രണ്ടാമത്തെ കട്ട് ഇവിടെ വരും, മൂന്നാമത്തെ കട്ട് ഇവിടെ വരും, നാലാമത്തെ കട്ട് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ഷോക്ക് അബ്സറിൻ്റെ കട്ട് 4ാമതാണ് കിടക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ചെയ്തിട്ട് ഇപ്പോൾ 4ാമത്തെ കട്ടിലിട്ടതാണ്. നമുക്കറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് 4ാമത്തെ കട്ട് ഒന്നിലും പിന്നെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴത്തേക്ക് 1ാമത്തെ കട്ട് ഇവിടെയും, 2ാമത്തെ കട്ട് ഇവിടെയും, 3ാമത്തെ കട്ട് ഇവിടെയും, 4ാമത്തെ കട്ട് ഇവിടെയും, 5ാമത്തെ ഇവിടെ വന്നിട്ട് 3ാമത്തെ കട്ടാണല്ലോ കിടക്കുന്നത്. അപ്പുറത്ത് 4ാമത്തെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വണ്ടി നമ്മൾ ഓടുമ്പോഴത്തേക്കുള്ള ആ ഒരു ബുദ്ധിമുട്ടും, ഒരു സൈഡ് ചരിഞ്ഞു പോകുന്നത്, പിന്നെ ടയർ ബബിളിങ് കാണിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടയർ വെട്ടി തേയാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. കൂടുതലായിട്ട് 2 പേര് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 1, 2, 3ാമത്തെ കട്ടിൽ ഇടുക. കൂടുതൽ വെയിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2ാമത്തെ വെയിറ്റിൽ 3 പേര് യാത്ര ചെയ്യണം. അല്ലെങ്കിൽ നല്ല വെയിറ്റുള്ള ആൾക്കാരാണ് യാത്ര ചെയ്യണമെങ്കിൽ 1, 2ാമത്തെ കട്ടിൽ ഇടുക. 3ാമത്തെ കട്ടാണ് ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 4ഉം 5ഉം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഷോക്ക് അബ്സർ നമുക്ക് എഫക്റ്റ് കുറച്ചാണ് കാണിക്കുന്നത്, സ്മൂത്ത്നെസ് കാണില്ല കേട്ടോ. നമ്മൾ 2 പേരാണ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ 1, 2, 3 ഈ വെട്ടിലായിരിക്കും ഇടാനുള്ളത്. അപ്പുറത്ത് ഞാൻ 4ാമത്തെ വെട്ടിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ടയർ വെട്ടി തേയാനും മറ്റുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോ. നമുക്കിതിനെ എങ്ങനെ മാറ്റാം? നിസ്സാരം നമുക്ക് വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകാതെ തന്നെ നമുക്ക് 2 സൈഡിൽ വന്ന് നോക്കിയതിന് ശേഷം ഇത് ഏത് വെട്ടിലാണ് കിടക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മാറ്റാം. റോയൽ എൻഫീൽഡാണ്. ഷോക്ക് അബ്സറിൻ്റെ ബാക്കിൽ വരുന്ന നെറ്റിൻ്റെ അനുസരിച്ച് ഒരു സ്പാനർ എടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 15ആണ്. ഇത് നമുക്ക് മതി. നമുക്ക് വേറെ മറ്റേ പുള്ളറൊന്നും കൊണ്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പുറത്ത് 3ലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ 1 ഈ ഭാഗത്താണ് 1 വരുന്നത്, 2 ഇവിടെ വരും, 3 ഇവിടെ വരും. ഈ വെട്ടിലാണ് നമുക്ക് നിർത്താൻ. ഇവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ മേളിലോട്ടൊന്നും വരില്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ നെറ്റിൽ ഫിക്സ് ആവുന്ന സ്പാനർ എടുക്കുക. അതിനുശേഷം നമുക്കൊരു നല്ല സ്കൂട്ടർ എടുക്കേണ്ടത്. ഇത് ഈ നെറ്റിനകത്ത് ഈ സ്പാനർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ റിങ്ങിനകത്ത് കൊടുക്കുക കേട്ടോ. ഈ റിങ്ങിനകത്താണ് ഇത് കൊടുക്കുക. പെയിൻറ്റ് പോകാൻ പാടില്ല. നമ്മൾ ഒറ്റ ഇതിൽ തന്നെ സ്ട്രെച്ചിൽ തന്നെ കൊടുക്കുക കേട്ടോ. സ്ട്രെച്ചിൽ തന്നെ. പിന്നെ ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിങ് മേളിലോട്ടാവുമ്പോൾ നമുക്കിതിനെ പിടിച്ചൊന്ന് കറക്കി കൊടുക്കുക. നമ്മൾ ഏതാണ് ഇതിൽ ഈ കട്ടിൽ കിടക്കുന്ന ആ കട്ടിന് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിത് കാണിക്കാം. നമ്മളിത് പൊക്കുമ്പോൾ ഇതിനെ തിരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണത് അങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഭാഗവും ഒരുപോലെ ഷോക്ക് അബ്സർ കറക്റ്റായിട്ടിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.